നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫോർവേഡ് ചെയ്യുക. അങ്കണവാടി ടീച്ചർമാരും അതായത് വർക്കർമാരെയും ഹെൽപ്പർമാരായമാരെന്നൊക്കെ പറയുന്നവരുടെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിപ്പോൾ ഒരു 10-12 വീഡിയോ ആയി. ഇതേപോലെയായിരുന്നു ആശാ വർക്കേഴ്സിനെ കുറിച്ച് 1-2 വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് പക്ഷേ 1 ഡസൻ വീഡിയോ ചെയ്യേണ്ടി വന്നു. അവസാനം തൊഴിലുറപ്പുകാരെക്കുറിച്ചും അങ്ങനെയാണ്. അങ്കണവാടിയിലും ഇത് തന്നെ സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ദുരന്തമനുസരിച്ചാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അംഗൻവാടി ടീച്ചർമാരും വർക്കർമാരും ഒക്കെ ചെയ്യേണ്ടത്. ഹെൽപ്പർമാരും 66,000 പേരുണ്ട്. നിങ്ങൾ 66,000 പേരും ഇത് കാണണം. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, MLA മാർ, മന്ത്രിമാർ, വാർഡ് മെമ്പർമാർ, എല്ലാവരും പൊളിറ്റിക്കൽ ലീഡർമാർ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. കാരണം എല്ലാവരും കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്കൊരു തീരുമാനം വരുന്നത്. അപ്പോൾ പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഇന്നിപ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ ഗ്രാറ്റുവിറ്റി നിങ്ങൾക്ക് തരാൻ 2022 സുപ്രീം കോടതി വന്നതാണ്. സുപ്രീം കോടതിയിൽ വിധി വന്നതാണ്. അപ്പോൾ അത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാറ്റുവിറ്റി എല്ലാവർക്കും തരണം. അത് പെൻഷൻ പറ്റി പോയവർക്കൊക്കെ കൊടുക്കണമല്ലോ, സർവീസിലുണ്ടായിരുന്ന എല്ലാവർക്കും കൊടുക്കണം. അപ്പം അങ്ങനെ ഇൻസെൻറ്റീവ് എന്നൊക്കെയാണ് നിങ്ങളെ പറഞ്ഞ് കളിയാക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്ന എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഇത് കൊടുക്കണമെന്ന് പറയുമ്പോൾ 2022 തന്നെ ഈ കേരള സർക്കാരിൻ്റെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് എല്ലാ ICDS ഓഫീസർമാർക്കും ജില്ലാ ഓഫീസർമാർക്കും കത്തുപോയി അടിയന്തരമായി നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഇവരുടെ കണക്കുകൾ തരണമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കണക്കുകൾ കൊടുത്തു. എത്ര വർഷം വർക്ക് ചെയ്തു, ഗ്രാറ്റുവിറ്റി വിട്ടുന്നതിൻ്റെ ഒരു കണക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, അത് 100% കറക്റ്റാകുന്നില്ല, ഞാൻ മനസ്സിലാക്കിയൊരു കണക്കെന്ന് പറഞ്ഞാൽ ഒരാൾ അവസാന മാസം വാങ്ങുന്ന റിട്ടയർ ആവുന്ന അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്ന മാസം വാങ്ങുന്ന ശമ്പളത്തെ 3 കൊണ്ട് ഭാഗിക്കും. എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ് ഒരു അംഗൻവാടി ടീച്ചർ അവസാന മാസം വാങ്ങിച്ചെങ്കിൽ, 12,000 വാങ്ങിച്ചെങ്കിൽ ഡിവൈഡഡ് ബൈ 3, അപ്പം 4,000 രൂപ. 4,000 ഇൻറ്റു, അപ്പം 4,000 എന്നൊരു കണക്കെടുത്തിട്ട് എത്ര വർഷം വർക്ക് ചെയ്തോ, 10 വർഷം വർക്ക് ചെയ്തെങ്കിൽ 40,000 രൂപ, 20 വർഷമാണെങ്കിൽ 80,000 രൂപ, 30 വർഷമാണെങ്കിൽ 1,20,000. ഇങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് അവസാന മാസത്തെ ശമ്പളത്തെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണക്ക് എത്ര രൂപ വരും, ആ രൂപ ഇൻറ്റു എത്ര വർഷം, അത് ഒരു വർഷത്തേക്ക് കണക്കാക്കിയിട്ട് എത്ര വർഷമുണ്ടോ അത്രയും ഗുണിച്ചിട്ടാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത്. അപ്പോൾ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ അങ്കണവാടിക്കാർ റിട്ടയർ അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. ഇത് 2022 സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇതുവരെ ഇവർ ഇതിന് നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കള്ളപ്പണിയുണ്ട്. ഇത് സമയത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാവും. കാരണം കോടതിയെ അധിക്ഷേപിച്ചതാവും, അത് വേറെ കേസ് വരും. പ്രത്യേകിച്ച് ക്ഷേമനിധി ബോർഡുകാരാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ CEO അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളോ ഒക്കെ പോയി ഗവൺമെൻറ്റിൽ സുപ്രീം കോടതി പോകേണ്ടി വരും. അതുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾ പ്രോസസ്സിലാണെന്ന് പറയും. കാരണം അവർ പ്രോസസ്സിലാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെന്ത് താഴേക്ക് ഗൂഗിൾ ഫോം അയക്കുന്നു, അവരെന്ത് വിവരങ്ങൾ എടുക്കുന്നു, ഞങ്ങളിത് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ട് അപ്പോൾ കോടതിയിലും ഒരു രക്ഷപിടിച്ച് നിൽക്കണം. അതുകൊണ്ട് നിങ്ങളൊരു ടൈം ഫ്രെയിം വച്ചിട്ട് ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കി എടുക്കുവാനുള്ളൊരു ശ്രമം നടത്തണം. ആളുകൾക്ക് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതാണ് ഈ ഗ്രാറ്റുവിറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഗ്രാറ്റുവിറ്റി നിങ്ങൾ വാങ്ങിയെടുക്കുവാനുള്ള ഒരു ശ്രമം നിങ്ങൾ എല്ലാവരും നടത്തണം. എനിക്ക് ചോദിക്കാനുള്ളത് ഗ്രാറ്റുവിറ്റി എവിടെ സർക്കാരെ എന്നുള്ളതാണ്. ഓണമാസം വരുന്നു, ആകപ്പാടെ കിട്ടുന്നത് 20 വർഷം 30 വർഷം 20 വർഷം 10 വർഷം ഒരാൾ ജോലി ചെയ്താൽ ഞാൻ ഈ പറയുന്ന പോലെ ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ കിട്ടും. 20 വർഷം വർക്ക് ചെയ്താൽ ഒരു 80,000 രൂപയ്ക്ക് താഴെ കിട്ടും. ഒരു 30 വർഷമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം. 40 വർഷം ചെയ്തവരും ഉണ്ട് ചിലരൊക്കെ. അവർക്കാണെങ്കിൽ 50 വർഷം വരെ ആയല്ലോ അംഗൻവാടി വന്നിട്ട്, അപ്പോൾ 40 വർഷം വരെ ചെയ്തവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു 1.5 ലക്ഷം രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന പൈസയാണ് അവർ കിട്ടുന്നത്. അത് കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? കുറച്ച് പെൻഷൻകാരല്ലേ ഉള്ളൂ, ബാക്കി സർവീസിലുള്ളവർക്ക് പിന്നെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട സമയമായി, അത് കൊടുക്കണം. 2022 ഈ ഓർഡർ ഉണ്ടായത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അതിൻ്റെ നടപടികളും പ്രോസസ്സെന്നും പ്രക്രിയ എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നതല്ലാതെ ഓരോ സാഹചര്യത്തിലും അത് കൊടുക്കുന്നില്ല. വളരെ കൃത്യമായി പെൻഷൻ പറ്റിയവരെന്ന് പറഞ്ഞാൽ 62 വയസ്സിൽ പെൻഷൻ പറ്റിയവർ, അപ്പോൾ 2022 62 വയസ്സിൽ പെൻഷൻ പറ്റിയവർ ഇപ്പോൾ പലരും 70-75 വയസ്സൊക്കെ ആയി മരണത്തോട് മല്ലടിക്കുകയാണ്. അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട്. പാവപ്പെട്ട കുടുംബത്തിൽ അംഗങ്ങളാണല്ലോ ഇതിലൊക്കെ വരുന്നത്. പിന്നെ അല്ലാതെ സമ്പന്ന കുടുംബത്തിൽ IAS വീട്ടിൽ നിന്ന് ആരും വന്ന് അംഗൻവാടി ജോലി ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ സാധുക്കളാണ്. അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഓണത്തിന് പൈസയില്ല, കുഞ്ഞുങ്ങൾക്കൊരു 5 രൂപ കൊടുക്കാൻ അവർക്ക് പൈസയില്ല. ഒരു മുട്ടായിയെങ്കിലും അമ്മ 40 വർഷം 50 വർഷം അല്ലെ 40 വർഷം 30 വർഷമൊക്കെ അമ്മൂമ്മ ജോലി ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പെൻഷൻ ഇല്ലേ, ഞങ്ങൾക്കൊരു മുട്ടായെങ്കിലും വാങ്ങിച്ച് തരൂ എന്ന് ചോദിച്ചാൽ വാങ്ങിക്കൊടുക്കാനില്ല, പൈസയില്ല. മെഡിസിൻ വാങ്ങാൻ അവർക്ക് പൈസയില്ല, ഒരു യാത്ര ചെയ്യാൻ പൈസയില്ല, നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ പൈസയില്ല. വളരെ കഷ്ടമാണ് അവരുടെ കാര്യം, വയസ്സായവരുടെ കാര്യം. ഇനി ആ പെൻഷനൊക്കെ കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പെൻഷനുകളെല്ലാം നിർത്തുകയും ചെയ്തു. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചിന്തിക്കാം. അപ്പോൾ എന്തായാലും ഇത് ഗ്രാറ്റുവിറ്റി കൃത്യമായി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. സർക്കാർ എന്ന് കൊടുക്കുമെന്ന് അടിയന്തരമായി പറയണം, അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും.
അത് കോടതി വിധിയാണ്, നിർബന്ധമായി നടപ്പിലാക്കണം. തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നത് ധനകാര്യ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും കൂടി ഒന്നിച്ച് കൈകോർത്താൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ KN ബാലഗോപാലും ധനകാര്യമന്ത്രിയും വീണ ജോർജും കൂടെ ഒന്നിച്ച് കൈകോർത്താൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. വളരെ അടിയന്തരമായി ഇത് കൊടുക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് അവർക്ക് അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്.